BMC Sport News. നമസ്കാരം, BMC സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. മെഗാമാർട്ട് അവതരിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ശ്രാവണ മഹോത്സവം 2025ന്റെ ഭാഗമായി ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ, ജോയിന്റ് കൺവീനർമാരായ രത്നകുമാർ പാളയത്ത്, സജന സനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അത്തപ്പൂക്കള മത്സരം ശ്രദ്ധേയമായി. മത്സരത്തിൽ 1ാം സ്ഥാനം ടീം ധിമി, 2ാം സ്ഥാനം കാരുണ്യതീരം ബഹ്റൈൻ, 3ാം സ്ഥാനം കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ എന്നിവർ കരസ്ഥമാക്കി. BMC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അത്തപ്പൂക്കള മത്സരത്തോടൊപ്പം ഉറിയടി മത്സരം, തീറ്റ മത്സരം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2025 കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനിലത്ത് സ്വാഗതം ആശംസിച്ചു. നമ്മൾക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന 5 മണി മുതൽ ഈ പൂക്കളം ഇടാൻ വേണ്ടിയിരിക്കുന്ന ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു പൂക്കളമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് അവർക്ക് പ്രത്യേക ഒരു കയ്യടി എല്ലാവരുടെ ഭാഗത്തുനിന്ന് വേണം. എല്ലാവരെയും ശ്രാവണ മഹോത്സവം 2025 അത്തപ്പൂക്കള മത്സരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നന്ദി നിർത്തുന്നു. അതിമനോഹരമായ പൂക്കള മത്സരം ഇന്നിവിടെ നടന്നിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഈ ഓണാഘോഷം നമുക്ക് നൽകുന്ന സന്ദേശം. പല നിറങ്ങളിൽ, പല വലിപ്പങ്ങളിൽ, പല തരത്തിലുള്ള പൂക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ ഒരു പൂക്കളം സൃഷ്ടിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത ഓണം, അതുതന്നെയാവട്ടെ നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. പുതിയ തലമുറ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന സന്ദേശം മനുഷ്യനാണ്, മനുഷ്യത്വമുള്ള മനുഷ്യനായി വളരണം, സഹോദരങ്ങളാണ്, എല്ലാവരും ഒരുമയോടെ, ഐക്യത്തോടെ, സമഭാവനയോടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ മുന്നോട്ട് നീക്കണം. അതിൻ്റെ ഒരു സന്ദേശമാകട്ടെ ഇന്നത്തെ അത്തപ്പൂക്കള മത്സരം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നടിയും മോഡലുമായ ശ്രീലയ റോബിൻ മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് ഓണം. അപ്പോൾ ഇത്രയും പൂക്കളൊന്നും നാട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം നാട്ടിൽ തന്നെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ഈ പൂക്കൾ. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലുള്ളൊരു അറേഞ്ച് ചെയ്യാം. അത് ഓരോ പ്രോഗ്രാമിനെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. മാസൂം ഷാ, ഇന്ത്യൻ ക്ലബ് ടെന്നീസ് സെക്രട്ടറി അനൂപ് ഗോപാലകൃഷ്ണൻ, സലീം നമ്ര എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ശ്രാവണ മഹോത്സവം 2025 ചീഫ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, ജനറൽ കൺവീനർ ബിബിൻ വർഗീസ്, സ്പോൺസർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ, രതീഷ് അസോസിയേറ്റ്സ് MD രതീഷ് പുത്തൻപുരയിൽ, അത്തപ്പൂക്കള മത്സരം ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ, ജോയിന്റ് കൺവീനർ രത്നാകരൻ പാലയാട്ട് എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായി. കുഞ്ഞച്ചൻ ഹരിദാസ്, ഡോക്ടർ ശ്രീദേവി, ബ്ലസ്സി ബിജോയ് എന്നിവർ പൂക്കള മത്സരം വിധികർത്താക്കളായും പങ്കെടുത്തു. തുടർന്ന് സംഘടിപ്പിച്ച നാടൻ മത്സരങ്ങൾ ഏവരിലും ആവേശം വിതറി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത നാടൻ മത്സരങ്ങൾ പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി. ഷറഫ് അലി കുഞ്ഞ് നേതൃത്വം നൽകി. സുധീർ തിരുനിലത്ത്, മണിക്കുട്ടൻ, ബിബിൻ വർഗീസ്, സുനീഷ് SM, അജി P ജോയ്, തോമസ് ഫിലിപ്പ്, തൻസീർ, ജേക്കബ് തേക്കുതോട്, രഞ്ജിത്ത് കുരുവിള, മോബി, ജയേഷ് താന്നിക്കൽ, ബിജു എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. സീനിയർ വിഭാഗത്തിലെ പുരുഷന്മാരുടെ തീറ്റ മത്സരത്തിൽ ബിജു 1ാം സ്ഥാനവും, പ്രകാശ് 2ാം സ്ഥാനവും, സ്ത്രീകളുടെ മത്സരത്തിൽ ശിവാംബിക 1ാം സ്ഥാനവും, മായ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ സാദ് അൽദിൻ സനോഫർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ബിസ്കറ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം മെഹജബിൻ, അശ്വതി എന്നിവർ പങ്കിട്ടു. 2ാം സ്ഥാനം ഡോക്ടർ നന്ദു, 3ാം സ്ഥാനം മോബി കുര്യാക്കോസ് എന്നിവരും, ഉറിയടി സീനിയർ വിഭാഗത്തിൽ അശ്വതി 1ാം സ്ഥാനവും, ജൂനിയർ വിഭാഗത്തിൽ ധനുശ്രീ 1ാം സ്ഥാനവും, ദക്ഷ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. KNBA, കനോലി നിലമ്പൂർ, മുഹറക് മലയാളി സമാജം, കാരുണ്യതീരം, 7 ആർട്സ്, സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക്, ലൈഫ് ഓഫ് കെയറിംഗ്, വിവിധ സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ സന്നിഹിതരായി. പൂക്കള മത്സരം ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. BMC Sport News.